അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷനൂഫ വേർഡ്. നമ്മുടെ ലൈഫിൻ്റെ സുഖകരമായ ചലനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 4 മാനസിക അവസ്ഥകളെയും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ താഴെയുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാം ആഗ്രഹിക്കുന്ന ജീവിതത്തെ തടസ്സം സൃഷ്ടിക്കുന്ന പ്രധാന കാരണമാണ് ആങ്കർ, ദേഷ്യം. ഈ എപ്പിസോഡടക്കം അടുത്ത 3 എപ്പിസോഡ് ദേഷ്യത്തെക്കുറിച്ച് മാത്രമാണ്. എന്താണ് ഈ ദേഷ്യം? അതിൻ്റെ കാരണം എന്താണ്? സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചത് പുറത്തു നിന്നുള്ള ഏതോ ഒരു കാരണത്തിൽ എനിക്ക് ദേഷ്യമുണ്ടാകുന്നതെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. അതിൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ അകത്തുള്ള ഒരു കാരണമാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. തിരിച്ചറിവാൻ ഇതിൽ ഏറ്റവും പ്രധാനം. എന്തൊക്കെയാണ് എന്ന് ഇനി വ്യക്തമായി പറയാം. എൻ്റെ ഉള്ളിലുള്ള ഞാൻ അമർത്തി വച്ചിട്ടുള്ള എൻ്റെ ചില എമോഷൻസ്, അത് പേടിയാകാം, അങ്ങനെയുള്ള പല ഫീലിങ്സ് ആണെങ്കിലും ആ എമോഷൻസ് ചില സമയത്ത് പുറത്തു വരുന്ന സമയത്ത് അത് ദേഷ്യമായി മാറും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വണ്ടി അതിവേഗതയിൽ ഒരാൾ ഓടിച്ചു വന്നു. പെട്ടെന്ന് വേറൊരാൾ വണ്ടി ഇതുപോലെയൊരു വേഗത്തിൽ വന്നു. എന്തോ ഒരു ഭാഗ്യത്തിൽ 2 പേരും കൂടിയിടിക്കാതെ സഡൻ ബ്രേക്കൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ ഒരുവിധം ഒപ്പിച്ച് നിർത്തി. മറ്റേ ഒരാൾ റോങ് റൂട്ടിലാണ് വന്നത്. ആ പുള്ളിക്കാരനെ ഞാൻ ഒത്തിരിയൊക്കെ ഷൗട്ട് ചെയ്തു. ഞാൻ ദേഷ്യപ്പിടിക്കുകയാണ് അവിടെ. സത്യം പറഞ്ഞാൽ ആ ദേഷ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസാണ്. ആ എമോഷൻസ് പേടി എന്നുള്ളതാണ്. നീ എങ്ങാനും എൻ്റെ വാഹനത്തിൽ ഇടിച്ചിരുന്നുവെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ളൊരു ഭയമാണ്. ആ ഭയമാണ് ഇവിടെ ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. 2ാമത്തെ കാര്യം, ഞാൻ ആഗ്രഹിച്ചിട്ടും നേടാൻ കഴിയാത്ത ചില ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ആ ആഗ്രഹങ്ങൾ ഉള്ളിലൊരു നിരാശയായിട്ട് കിടക്കുന്നത് കൊണ്ട് ചില ഘട്ടങ്ങളിൽ അത് ആങ്കറായി പുറത്തേക്ക് വരുന്നതുമാണ്. അതുപോലെയുള്ളൊരു മറ്റൊരു കാര്യമാണ് ലാക്ക് ഓഫ് സെൽഫ് അവെയർനെസ് ആൻഡ് ബിലീഫ്. എനിക്ക് എന്നെക്കുറിച്ച് കൃത്യമായ അവെയർനെസ് ഇല്ലാതിരിക്കുക, ബോധമില്ലാതിരിക്കുക, അതുപോലെ വിശ്വാസമില്ലാതിരിക്കുക. നമ്മൾ വിചാരിക്കും അയാൾ ഭയങ്കര സ്ട്രോങ്ങുള്ള ഒരാളാണ്, അതുകൊണ്ട് അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിക്കും. ഒരിക്കലുമല്ല. ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തന്നെ പൂർണ്ണമായി വിശ്വാസമില്ല. ഇനി 4ാമത്തെ കാര്യം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം. എനിക്കൊരു വില കിട്ടണം എന്നുള്ള രീതിയിൽ ഷൗട്ട് ചെയ്താലാണ് ഞാനൊരു വലിയൊരാളാവുക എന്ന രീതിയിൽ ദേഷ്യം പിടിക്കുന്ന ആളുകൾ. ഈ 4 കാരണങ്ങളിലാണ് സാധാരണ ദേഷ്യം വരുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, പുറത്തുള്ള കാര്യമല്ല എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പരിചയമുള്ളൊരാൾ വാക്ക് പറയുമ്പോഴും എനിക്ക് പരിചയം ഇല്ലാത്തൊരാൾ വാക്ക് പറയുമ്പോഴും എൻ്റെ പ്രതികരണം 2 ഒരുപക്ഷെ ഞാൻ രാത്രി പ്രതികരിക്കുന്ന തരത്തിലല്ല ചിലപ്പോൾ മോർണിംഗ് പ്രതികരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്, ചുരുക്കത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ റൂട്ട് കോസ് അറിയേണ്ടതുണ്ട്. അതിൽ എന്നിൽ എങ്ങനെയൊക്കെ ആണെന്ന് തിരിച്ചറിയേണ്ടതുമുണ്ട്. ഇനി ദേഷ്യം എങ്ങനെയാണ് കുറക്കുക? അതിനായി ഉപയോഗിക്കാവുന്ന 2 മെത്തേഡുകൾ അടുത്ത 2 എപ്പിസോഡുകളുമായി ദേഷ്യവുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.